പാലക്കാട് ജില്ലയിലെ കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പങ്കാവ് ക്ഷേത്രസന്നിധിയാണ് നമ്മുടെ പുരസ്കാര സദസ്സ്. നമുക്ക് പരിചയപ്പെടാം, പങ്കുവയ്ക്കാം കൂട്ടുകൊമ്പന്മാരുടെ പുരസ്കാരവേദി. എല്ലാവർക്കും ഗജനാഥത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആനപ്രേമികളുടെ ഇടയിൽ വളരെ ഒരു അഭിമാനം തോന്നിയിട്ടുള്ള ഒരു സംഘടനയാണ് കൂട്ടുകൊമ്പന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മറ്റേ മികവുറ്റതായിട്ടുള്ളൊരു സംഭവമാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കലണ്ടർ എല്ലായിടത്തും നടന്നിട്ട് ഇവരെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ഇവരതിൻ്റെ ഇടയിൽ ഓരോ ദിവസം ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോ അമ്പലങ്ങളിൽ പോയിട്ട് അവരുടെ കലണ്ടർ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് മറ്റേ തട്ടുമുട്ടും കിട്ടിയ ആനക്കാരെ സഹായിക്കുക, വെയ്യാണ്ട് കിടക്കുന്ന ആനക്കാരെ സഹായിക്കുക, അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനത്തെ പ്രവർത്തനം, അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ആനേനെ പോയി കാണാം, കുറേ ഫോട്ടോസ് എടുക്കുക, വരിക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആനപ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളതിൻ്റെ ആനപ്രേമികൾ എന്നുള്ള ലെവൽ വിട്ടിട്ട് ആനകളുടെയും അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി തുടങ്ങി. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൂട്ടുകൊമ്പന്മാർ എന്ന് പറഞ്ഞൊരു സംഘടന. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 2020 ആണ്ടിലെ കടുവ വേലായുധൻ സ്മാരക ഗജേന്ദ്ര സേവനരത്നം പുരസ്കാരം നമ്മുടെ മംഗലാംകുന്ന് അയ്യപ്പൻ്റെ ആനക്കാരനായിട്ടുള്ള തെങ്കര ശശിയേട്ടനാണ് നൽകിയത്. അത് എന്താ പറയുക, ഒരുപാട് ഞങ്ങൾ ഇപ്പോൾ ഒരു 7ാമത് ഗജേന്ദ്ര സേവനരത്നം ആണ് നൽകിയത്. മുൻകാലങ്ങളിലെല്ലാം നല്ല അഭിപ്രായം നേടിയിട്ടുള്ള എന്താ പറയുക, ആനക്കാരന് ഓരോ വർഷത്തെയും ആളുടെ ഓരോ ആനക്കാരൻ്റെയും ആളെങ്ങനെയാണ് ആനനെ പരിചരിക്കുന്നത്, എങ്ങനെയാണ് ആനയോടുള്ള സമീപനം, ഉത്സവങ്ങളിൽ ആനനെ ഇതാക്കുന്നത് എങ്ങനെ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ട് സമൂഹത്തോടുള്ള ഇടപെടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കൽ. അപ്പം ഇത്തവണയും ആ ഒരു മാനദണ്ഡം നോക്കി വന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ടും യോഗ്യനായിട്ട് ശശിയേട്ടനെയാണ് തോന്നിയത്. കാരണം മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന ഗജവീരനെ ഇന്നും എഴുന്നള്ളിപ്പ് ആനയായിട്ട് നമ്മൾ പൂരപ്പറമ്പുകളിൽ കാണുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി അല്ലെങ്കിൽ പ്രധാനപ്പെട്ടുള്ള കാരണം അത് ശശിയേട്ടൻ്റെ അയ്യപ്പനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് യാതൊരുവിധ ഒരു കുറവും അദ്ദേഹത്തിന് ആനകളോടുള്ള സമീപനത്തിൽ നമുക്ക് പറയാനില്ല. മാത്രമല്ല ആ ആനയുടെ മംഗലാംകുന്ന് അയ്യപ്പൻ എന്നുകൊണ്ടുള്ള ഗാംഭീര്യനായിട്ടുള്ള ഒരു ആനയുടെ ആ ഗാംഭീര്യത അല്ലെങ്കിൽ ആ ഒരു ആനയുടെ ആഢ്യത്വം ഒട്ടും കുറയ്ക്കാതെ ആനയുടെ താഴ്ചകളിൽ പോലും ആനയെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അതുമാതിരി തന്നെ ആനയുടെ ഉയർച്ചകളിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു എന്താ പറയുക ഒരു ആനക്കാരനാണ് ശശിയേട്ടൻ. മാത്രമല്ല മംഗലാംകുന്ന് ആനത്തറവാട്ടിൽ ഇപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മൾ നോക്കാനുള്ള ഇതുവരെയുള്ള എന്താ പറയുക പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മംഗലാംകുന്ന് ആനത്തറവാട്ടിലായാലും ഏതൊരു ഈ ആന ഫീൽഡിൽ ഇപ്പോൾ കോവിഡ് കാലം വന്നതോടെ ഒരുപാട് ഇടത്തുനിന്ന് ആനക്കാർ വിട്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് മംഗലാംകുന്നിലുള്ള മറ്റ് ആനക്കാരോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് എന്താ പറയുക, മംഗലാംകുന്നിലെ ആനകളുടെ പരിചരണത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ഒരു ആനക്കാരൻ, അവിടുത്തെയുള്ള ആനകളുടെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നിൽ നിൽക്കുന്ന ഒരു ആനക്കാരൻ എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളിതിൽ പരിഗണിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മളെ മറ്റുള്ള ആനക്കാരോടുള്ള സമീപനമായാലും മറ്റുള്ള ആനകളോടുള്ള സമീപനമായാലും ഒരു സദസ്സിലേക്ക് അയ്യപ്പനെ കയറ്റി നിർത്തുമ്പോൾ ശശിയേട്ടൻ സ്വീകരിക്കുന്ന സമീപനം, പിന്നെ അതുമാതിരി തന്നെ എന്താ പറയുക, ഉത്സവങ്ങളിലാണെങ്കിൽ ജനങ്ങളും ആനയും തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നതിൽ ശശിയേട്ടൻ സ്വീകരിക്കുന്ന സമീപനം, മുതലാളിമാരോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപഴകൽ, കൂടാതെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആനപ്രേമികളായിട്ടുള്ളവരോടുള്ള സമീപനം, അതെല്ലാം പരിഗണിക്കുമ്പോഴും മറ്റെല്ലാ ആനക്കാരേക്കാളും ഒരുപിടി മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ശശിയേട്ടൻ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അവാർഡിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളത് ശശിയേട്ടനാണെന്ന് നമ്മളെ കമ്മിറ്റി തീരുമാനിക്കുകയും നമ്മളുടെ മാർഗദർശികളായിട്ടുള്ള വെളുപ്പായ മണിയേട്ടൻ പോലെയുള്ള വ്യക്തികളെടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അവരും ഈ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ശശിയേട്ടനിലേക്ക് നമ്മൾ ഈ അവാർഡിനായിട്ട് എത്തിച്ചത്. പിന്നെ നമ്മളെ കൂട്ടുകൊമ്പന്മാരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടിയും പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഉത്സവ കേരളം, പ്രത്യേകിച്ച് ആനക്കേരളം നേരിടുന്ന പ്രതിസന്ധിയിൽ ആ പ്രതിസന്ധി മറികടക്കാനായിട്ട് ആനയുടമകളോടൊപ്പം ആനക്കാരോടൊപ്പം ബാക്കി ആ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല അതുകൂടാതെ ഇനിയും ആനക്കാരായിട്ടുള്ള അശരണരായിട്ടുള്ള ആനക്കാർ, അതുമാതിരി തന്നെ സാമീപ്യം വേണ്ട ആന മുതലാളിമാർ, അവരുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ളൊരു വിപുലമായിട്ടുള്ള പദ്ധതി നമ്മൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആനപ്രേമികളെ എല്ലാവരും ചേർന്നുകൊണ്ട്, അപ്പോൾ ഒരുപാട് ആനപ്രേമി സംഘടനകളുള്ള ആനക്കേരളത്തിലെല്ലാവരും കൂടെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് വലിയൊരു
മാസമായിട്ടുള്ളൊരു പ്രോഗ്രാമിന് കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈശ്വരാനുഗ്രഹത്തിൽ അതെല്ലാം നടക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ 2013 ഒക്ടോബർ 27 തുടങ്ങിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പായിരുന്നു അത്, കൂട്ടുകുമ്പന്മാർ എന്ന് പറഞ്ഞാൽ. അതൊരു എന്തുകൊണ്ടാണ് പേര് തിരഞ്ഞെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളൊരു തുടങ്ങിയ ആൾ ഞാനാണ്. അത് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ആന വിഷ്ണുശങ്കറായിരുന്നു. അപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങുമ്പോൾ അത് ഏത് തരത്തിൽ പോകും, സാധാരണ എല്ലാവരും തുടങ്ങുന്ന പോലെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്ക് മാത്രമേ നമ്മൾ തുടങ്ങിയെന്നുള്ളൂ. പക്ഷേ തുടങ്ങിയ ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലായി, നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായി നമ്മൾ ചെയ്തത് ഒരു ആനപ്പാപ്പനൊരു ഒരു മത്സരം നടത്തി ഒരു 10 പേർക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം ഞങ്ങളൊരു മരിച്ചൊരു ആനപ്പാപ്പൻ്റെ കുടുംബത്തിന് ഒരു 10,000 രൂപ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് തുടക്കത്തിൽ ഈ സംഭവം ചെയ്തിരുന്നത് ദുബായ് ആനപ്രേമി സംഘം എന്ന് പറഞ്ഞൊരു സംഘടന മാത്രമായിരുന്നു. ദുബായിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളത് ഏറ്റെടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 വർഷത്തോളം, 8 വർഷത്തിനുള്ളിൽ നമ്മൾ ഏകദേശം ഒരു 38-39 ധനസഹായങ്ങളും ഈ പ്രളയകാലത്തുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്കൊണ്ടാവണ പോലെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പാത പിന്തുടർന്നിട്ട് നമുക്ക് പറയാം, നമുക്കൊരു അഭിമാനം കൊണ്ട് പറയാം. മറ്റു കുറേ സംഘടനകളും നമ്മുടെ സുഹൃത്തുക്കളുള്ള കുറേ സംഘടനകളും ആ രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ, പല സംഘടനകളും വളരെ നല്ല രീതിക്ക് തന്നെ പ്രവർത്തിച്ചു. നമ്മളോട് സഹകരിക്കുന്ന കുറേ സംഘടനകളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അടുത്തതായി നമ്മൾ ഭദ്രദീപം കൊടുക്കുന്ന പരിപാടി നമ്മൾ തന്നെ കഴിഞ്ഞാൽ ശ്രീ പുരസ്കാര ജേതാവ് ശ്രീ ശശിക്ക് ഉപഹാരം നൽകുകയാണ്. അതിനുവേണ്ടി ഉപഹാരം നൽകി ആദരിക്കാൻ ശ്രീ ആർദ്രി എംപിയായ ശ്രീ രമ്യാരിദാസിനെയും പുരസ്കാര ജേതാവ് ശശി ഈ വേദിയിൽ മുൻപാകത്തേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കേരള എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് പിളപ്പായ, ചടങ്ങിന് സ്വാഗതം നടത്തിയ പ്രിയപ്പെട്ട ശരത് വീട്ടി പ്രസിഡന്റ്, ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സതീഷ്, വിശിഷ്ട സാന്നിധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി എങ്ങനെ ആയിരിക്കണം ആനയുടെ പരിപാലനം, അതിൻ്റെ ചികിത്സകളെ കുറിച്ചൊക്കെ നിർദ്ദേശം നൽകുന്ന മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി.എസ്. രാജീവ്, വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തി ശ്രീ ആറ്റക്കര നാരായണൻ,
ഗജേന്ദ്ര സേവനരത്നം പുരസ്കാര ജേതാവ് പ്രിയപ്പെട്ട ശശി തെങ്കര, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രിയപ്പെട്ട ശശിയേട്ടൻ, പ്രിയപ്പെട്ട അംബികേച്ചി, പ്രിയപ്പെട്ട ലക്ഷ്മിക്കുട്ടി ചേച്ചി, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവീൺ, പ്രിയപ്പെട്ട ഉദയകുമാർ, പ്രിയപ്പെട്ട KP കൃഷ്ണകുമാർ, പ്രിയപ്പെട്ട ഹരിദാസ് മച്ചിങ്ങൽ, പ്രിയപ്പെട്ട ജയൻ കോട്ടായി, പ്രിയപ്പെട്ട അനൂപ് അങ്ങാടിപ്പുറം, ശ്രീ വൈശാഖ് തേറമ്പിൽ, പ്രിയപ്പെട്ട സുജിത്ത് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആനയെ സ്നേഹിക്കുകയും തങ്ങളുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ കണ്ട് പരിപാലിക്കുകയും ഏതെല്ലാം രീതിയിൽ അത് ആളുകളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകൾക്കും ആനകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. എനിക്കും വലിയ സന്തോഷമുണ്ട് കാരണം നിങ്ങളോടൊപ്പം, കാരണം നമ്മളെപ്പോഴും തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും ആ കവാടത്തിലൂടെ അങ്ങനെ ആരിങ്ങനെ വരുന്നത് നോക്കി നിൽക്കാൻ അത് തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. അത് ഏത് ഉത്സവമാണ്. ഇപ്പൊ എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിലും ഉത്സവത്തിന് വരും, പക്ഷെ അപ്പോഴൊന്നും ആരാണ് ആ കൊമ്പനെ കൊണ്ടു നടക്കുന്നത് എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല. പക്ഷെ എപ്പോഴും എല്ലാവരും ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് തൊട്ടപ്പുറത്തേക്കാണ് അല്ലേ. അത് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, നമ്മളോടൊപ്പം തന്നെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന, ഉത്സവങ്ങളിൽ എപ്പോഴും കാണുന്ന, പരിചയസമ്പന്നമായിരിക്കുന്ന ആനയെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇവിടെ എത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ്. നിങ്ങളോടൊപ്പം അല്പം സമയം ചെലവഴിക്കുക. ഒരുപക്ഷെ ഇവിടെ വന്നു നിന്ന് ഒരു 2 വരി പാട്ടൊക്കെ പാടിയല്ലേ ലക്ഷ്മിക്കുട്ടി ചേച്ചി, അല്ലേ. അമ്മമാരെപ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ. നിങ്ങളൊക്കെ ആണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയാണ്? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ആനയെ സ്നേഹിക്കുന്ന ആളുകൾ ആന കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉള്ളൂ അല്ലേ. ഒരു അമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ പരിപാലിക്കുന്നത്, സംശയമുണ്ടോ അതിനകത്ത്? സംശയമുണ്ടോ? അപ്പൊ അതേപോലെ എങ്ങനെ ഞാൻ പറഞ്ഞു നമ്മച്ചി, ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. ആനയെ നിങ്ങൾ പരിപാലിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓരോ അടി വെക്കുമ്പോഴും അതെങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹമുള്ള ആളുകൾ ഇവിടെ സംഗമിക്കുക. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റണം. അതിനെപ്പോഴും ഒരു കൂട്ടായ്മ, ഒരു കൂട്ടായ പ്രവർത്തനം അതിന് അനിവാര്യമാണ്. അത് ചിലപ്പോൾ നമുക്ക് ആ കൂട്ടായ്മയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ സംഘടനയിൽ നിന്ന് എത്ര വർഷമായി? 9 വർഷം. എത്ര വർഷമായി? 8 വർഷം. 8 വർഷമായിട്ട് സംഘടന നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ സംഘടനയുടെ വളർച്ച വലുതായിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കണം? ശശിയേട്ടൻ നമുക്കിത് 8ാമത്തെ വർഷമാണ് ഈ അവാർഡ് കൊടുക്കുന്നത് ആണോ? കടുവ തുടർച്ചയായിട്ട് 7ാമത്തെ വർഷം. അപ്പൊ ഞാൻ ആ വേലായുധേട്ടനെ ഞാൻ ഇവിടെ ഓർത്തു പോവാ. കണ്ടിട്ടില്ല എങ്കിലും കടുവ വേലായുധേട്ടൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ ഇരുന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും അല്ലേ. കാരണം അദ്ദേഹം ആനയോടും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും ഇന്ന് നമുക്കറിയില്ല. ചിലപ്പം വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് കുറെ പേർക്ക് നേരിട്ട് കണ്ട് പരിചയം ഉണ്ടാകാം, ചിലപ്പം ചില ആളുകൾക്ക് പറഞ്ഞറിവേ ഉണ്ടാവുള്ളൂ. എന്തായിരുന്നാലും ആ നല്ല മനുഷ്യന്റെ നാമധേയത്തിൽ, കടുവ വേലായുധേട്ടന്റെ നാമധേയത്തിൽ ഗജേന്ദ്ര സേവനരത്ന പുരസ്കാരം ഏറ്റെടുത്ത പ്രിയപ്പെട്ട ശശിയേട്ടനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുരസ്കാരങ്ങൾ എന്നും
അത് ഏറ്റുവാങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. കൂട്ടുകൊമ്പന്മാരിൽ നിങ്ങൾ എല്ലാവരും ഒരൊറ്റ കൊടിയുടെ കീഴിലാണ് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആ ഒത്തൊരുമയിൽ, ആ കൂടിച്ചേരലിൽ നിങ്ങളുടെ ഒരു സഹോദരിയായി, നിങ്ങളുടെ ഒരു അനുജത്തിയായി, ഒരു ജനപ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായിരിക്കുന്ന ഈ ചടങ്ങ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്, പ്രത്യേകിച്ച് അപ്പുറത്ത് അയ്യപ്പ ക്ഷേത്രമാണ് അല്ലേ, ആ അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ കൂട്ടുകൊമ്പന്മാർ ഫോറം രൂപീകൃതമായി വർഷം മുതൽ നമ്മളോടുകൂടി നമ്മളെ മാർഗനിർദ്ദേശിയായും നമ്മളെങ്ങനെയാണ് എന്തൊക്കെ ആനപ്രേമത്തിനോടൊപ്പം നമ്മൾ എന്തൊക്കെ മുൻകൂടി കാണണം എന്നെല്ലാം ഞങ്ങൾ നിർദ്ദേശിച്ചു. കൂടെയുള്ള ഞങ്ങളുടെ സ്വന്തം ആശാനെന്ന് വിളിക്കുന്ന മണിയപ്പനും വിളിപ്പേരുള്ള ശ്രീ ശ്രീജിത്ത് പറമ്പായെ ഞാൻ വേദിയിലേക്ക് അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നമസ്കാരം. ഞാൻ എല്ലാവരും പേരെടുത്ത് വിളിച്ച് സമയം നീട്ടുന്നില്ല, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ശശിയേട്ടനെ ഇന്ന് കടുവ വേലായുധേട്ടൻ്റെ സ്മരണാർത്ഥം ഈ വർഷത്തെ പുരസ്കാരം, ഈ വർഷത്തെല്ല 2020 പുരസ്കാരം ശശിയേട്ടനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. ശശിയേട്ടനെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാം. ശശിയേട്ടൻ കൊണ്ടുനടക്കുന്ന ആന മംഗലാകുന്ന അയ്യപ്പൻ എന്ന ആന കേരളത്തിലെ ഏറ്റവും വലിയ എഴുന്നള്ളിപ്പാറകളിൽ ഒന്നാണ്. പാലക്കാട് ജില്ലയിലെ മംഗലാകുന്ന അണ്ണന്മാരുടെ സ്വന്തം അയ്യപ്പൻ. ആനയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഏകദേശം 5 വർഷത്തിൽ താഴെയായി ആ ആനയ്ക്ക് ഒരു കൊമ്പില്ല. വളരെ കുറച്ച് ആൾക്കാരെ ആ ആനയെ ഒരു കൊമ്പില്ലാതെ കണ്ടിട്ടുള്ളൂ. വളരെ വലിയൊരു കാര്യമാണ് വേണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഏത് ജില്ലയിലോ വേണ്ട തൃശ്ശൂർ എവിടെ പോയാലും ഒറ്റക്കൊമ്പായ ആന പൂരപ്പറമ്പിൽ ഒറ്റക്കൊമ്പിലേ വന്ന് നിൽക്കാറുള്ളൂ. മംഗലാകുന്ന അയ്യപ്പന്റെ പാപ്പാൻ ശശി അത് ഇന്ന് വരെ എൻ്റെ ആനയ്ക്ക് ഇങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്ന് സമൂഹത്തിന് അറിയിച്ചിട്ടില്ല. ഉടമസ്ഥന്റെയും ആനയുടെയും ഭാഗ്യമാണെന്നാണ് ആൾക്കാർ. അത് ഒരു പുകഴ്ത്തലിന് വേണ്ടി പറഞ്ഞല്ല, ഉണ്ണുന്ന ചോറിനോട് വളരെയധികം നീതി പുലർത്തുന്ന ആനക്കാരൻ. എന്താണെന്ന് വെച്ചാൽ ആ ആന വെപ്പൂമ്പ് വെച്ച് നേരെ പോയിട്ട് വന്നതാണ്. അത് അറിയില്ല, അതിന്റെ അറ്റകുറ്റപ്പണികൾ പോലും അദ്ദേഹം തീർത്ത് എൻ്റെ ആന, ഞാൻ കൊണ്ടുനടക്കുന്ന എൻ്റെ ആന എവിടെയും ഒന്നാമനായി നിൽക്കണമെന്ന് അയാളുടെ നിശ്ചയദാർഢ്യമാണ്. ഈ 5 വർഷമായിട്ടും എൻ്റെ ആനയ്ക്ക് ഇങ്ങനെ ഒരു അംഗപരിമിതി ഉണ്ട് എന്ന് അറിയില്ലേ. ആനപ്രേമികൾക്ക് അറിയണ്ടാവാം, കാണാൻ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം. എന്താ വെച്ചാൽ പലരും ചോദിച്ചിരുന്നു എന്റെ തെരഞ്ഞെടുത്തേന്ന്. ഇത് തന്നെയാണ് പോരായ്മകള് മാറ്റി അതിനെല്ലാം പ്ലസ്സാക്കി കാണിക്കാൻ. സ്വന്തം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവാം, നമ്മുടെ മക്കൾക്ക് വല്ല വയ്യായികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരത് നികത്തി, അല്ലെങ്കിൽ അച്ഛന്മാരത് കാണിക്കുന്നില്ല, ഓട്ടിസം ബാധിച്ച കുട്ടികൾ പാട്ടുപാടുന്നു എന്നൊക്കെ പറയുന്ന പോലെ മംഗലാകുന്ന അയ്യപ്പനെ നമ്മുടെ മുന്നിൽ മുൻനിരക്കാരനാക്കി കൊണ്ടിറക്കുന്നത് അതിന്റെ ആനക്കാരൻ ശശിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത്. അതിന് അദ്ദേഹം ഏറ്റവും യോഗ്യനാണ് എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയട്ടെ. രണ്ടാമത് നമുക്ക് പൂരം കാണണം. ഇപ്പോ ബഹുമാനപ്പെട്ട MP പറഞ്ഞ പോലെ കഴിഞ്ഞ മാർച്ച് മുതലാണ് നമ്മുടെ നാട്ടില് ഉത്സവങ്ങൾ തീരെ ഇല്ലാത്ത സാഹചര്യം വന്നത്. അപ്പൊ തന്നെ നമുക്ക് പൂരങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉത്സവാഘോഷങ്ങളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആർക്കര നാരായണൻ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇന്നലെ കീഴാറ്റൂര് പോയിട്ട് എഴുന്നള്ളിപ്പ് കണ്ടപ്പോഴാണ് മോനെ എനിക്ക് സമാധാനം വന്നത്. നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥ അതാണ്. ഒരു എഴുന്നള്ളിപ്പ് കാണാൻ ഒരു പഞ്ചവാദ്യം മേളമോ വേണ്ട, ഒരു നാദസ്വരം ഒന്നും കാണാൻ പറ്റാതാവുമ്പോൾ തന്നെ നമുക്ക് എന്തോ നിരാശാബോധമുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയിലൊക്കെ, പ്രത്യേകിച്ച് കോഴിക്കോട് അങ്ങോട്ടൊക്കെ കുറവാണെന്ന് തോന്നുന്നു, തെയ്യൊക്കെയാണ് കൂടുതൽ. പക്ഷെ ബാക്കിയുള്ള ഭൂരിഭാഗം ജില്ലയും ആന എഴുന്നള്ളിപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏകദേശം 3 ലക്ഷത്തിൽ താഴെ പേരുണ്ട്. കൊട്ടായിക്കോട്ടെ, അതായത് വാദ്യം വളരെ പെരുവലം കുട്ടേട്ടനും മട്ടന്നൂർ ശങ്കരകുട്ടിമാരാരും അടക്കം ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാർ വരെയുള്ള ഒരുപാട് പേര് ജീവിക്കുന്ന ഒരു മേഖലയാണ് ഉത്സവം. അതിനൊക്കെ ആന വേണം. ആന മുൻപിൽ നിന്ന് തലയെക്കെട്ട് കെട്ടി നെറ്റിപ്പട്ടം കെട്ടി കോലം എടുത്ത് നിന്ന് അതിന്റെ മുൻപിൽ കൊട്ടിയാലേ അതിന് ഭംഗിയുണ്ടാവുള്ളൂ. അതിന് ആനകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ ആനകള്
ഏകദേശം 500-ൽ താഴെ ആനകളെ ഉള്ളൂ. അതിൽ ഉള്ള ആനകൾ തന്നെ പ്രായാധിക്യമുള്ള ആനകളാണ് വളരെ കൂടുതൽ. 50 വയസ്സിലൊക്കെ കൂടുതൽ പ്രായമുള്ള ആനകളുണ്ട്. ആയതിനാൽ ആനകളുടെ മരണനിരക്ക് കൂടുതലാണ്. ഒരു വർഷമൊക്കെ ഒരു 30ഓളം ആനകളൊക്കെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അത് രാജീവട്ടം വിശദമായിട്ട് പറയും, അത് ഞാൻ പറയണം. അപ്പം നമ്മൾ കയ്യിലുള്ള ആനകളെ, നമ്മുടെ ആനകളെ മാണിക്യക്കല്ലിനെ പോലെ നമ്മൾ പൊന്നു പോലെ നോക്കണം. ഉള്ള ആനകളെ ആഴ്ചയിൽ പാപ്പാമാരെ മാറ്റാതെ നിൽക്കുന്ന പാപ്പാമാരെ എന്തെങ്കിലും പോരായ്മ, അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത മേഖലയില്ല. സ്വന്തം വീട്ടിൽ പോലും നടക്കുന്നുണ്ടാവും. നമ്മളത് പറഞ്ഞ് പരിഹരിച്ച് ഇപ്പൊ ശശിയേട്ടൻ 13 വർഷമായി അല്ലേ, 13 വർഷത്തോളമായി അയ്യപ്പന്റെ പാപ്പാനാണ്. മാത്രമല്ല മംഗലാകുന്നിൽ 10 ആനകളുണ്ട്. ആനക്കാരില്ലെങ്കിൽ മറ്റുള്ള ആനകളെ കൂടി പരിചരിക്കാൻ മനസ്സുള്ള ആളാണ്. ഇവിടെ ഇരിക്കുന്ന പാറശ്ശേരി ചാമേട്ടൻ ഞാൻ പരിചയപ്പെടുത്തൽ നടത്തിയെന്ന് മാത്രം. പാറശ്ശേരി ചാമേട്ടനുണ്ട്, ആറ്റക്കര നാരായണേട്ടനുണ്ട്. ഇവരൊക്കെ ഈ തൊഴിലെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച സമൂഹത്തിന്റെ മുന്നിൽ വളരെ മാതൃകയാക്കി ചൂണ്ടിക്കാണിക്കാവുന്ന ആൾക്കാരാണ്. ആനപ്പാപ്പാൻ തൊഴിലെടുത്തുകൊണ്ട് മകനെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കരളിൽ ജോലി ചെയ്യുന്നതാണ്. പാറശ്ശേരി ചാമേട്ടൻ സ്വന്തമായി 5-10 ആനകൾ സ്വന്തമായി മേടിച്ചു. ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കുന്നുണ്ട്. അതെല്ലാം ഈ തൊഴിലെടുത്തുകൊണ്ട് തന്നെയാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നന്നായി ജീവിക്കണോ മോശമായി ജീവിക്കണോ എന്നത് നമ്മൾ തീരുമാനിക്കണം. ആനയെ അഴിച്ചുള്ള പാപ്പാമാരെ പരമാവധി ഒരു ഒഴിവായി പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ, എന്നുവെച്ചാൽ ഒരു വർഷം ഒരു പാപ്പാൻ ഒരു ആനയിൽ നിന്ന് മാറിയാൽ പുതിയൊരാൾ വന്നാൽ അതിന്റെ ആയുസിലെ ദിവസങ്ങളും കുറയാൻ തന്നെ സാധ്യതയുള്ളൂ. വളരെ കുറച്ച് ആനകളെ വളരെ സ്നേഹത്തിലൊക്കെ പറ്റുന്ന ആനകളുണ്ടാവും. ഒരു പാപ്പാൻ മാറിയാൽ എന്തായാലും അതിന്റെ പോരായ്മകൾ ആ ആനയ്ക്ക് ഉണ്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടാവരുത്. മാത്രമല്ല നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ നമുക്ക് പകർന്നു തന്ന ആചാരങ്ങളാണ് നമ്മുടെ ഉത്സവങ്ങളായിക്കോട്ടെ, ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, നേർച്ചയോ പെരുന്നാളോ എന്തോ ആവട്ടെ, അതെല്ലാം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വളരെ ബാധ്യത നമുക്കുണ്ട്. ഇതിനൊക്കെ പകർന്നു കൊടുക്കണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം. ആനയും ബാധ്യവും എല്ലാം ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് പറ്റുന്നിടത്തോളം കാലം ഇതിനെ നിലനിർത്താൻ ശ്രമിക്കണം. മാഡം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് ആനകൾ വന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആന കൊണ്ടുവരാൻ നിയമമില്ല. നമ്മുടെ നാട്ടിൽ 1972 ശേഷം ആനകളെ പിടിക്കുകയോ ലേലം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ പിടിച്ചിട്ടുള്ള ആനകളാണ് നാടൻ ആനകളായി നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെയുള്ളതെല്ലാം ബീഹാർ, ആസാം പോലുള്ള സ്റ്റേറ്റിൽ നിന്ന് 2006 മുൻപ് വന്നിട്ടുള്ള ആനകളാണ്. അതിനുശേഷം ആനകളില്ല. എന്ന് വെച്ചാൽ പ്രായം വളരെ അതിക്രമിച്ച ആനകൾ, വളരെ കുറച്ച് ആനകളെ പ്രായത്തിൽ കുറഞ്ഞ ആനകളുള്ളൂ. ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ആനകളെ കൊടുക്കാൻ, ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് പറഞ്ഞ് തീരാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരുപാട് ആനപ്രേമികളുടെ ആഗ്രഹം ഞാനിവിടെ ഷെയർ ചെയ്യുന്നു മാത്രം. സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർ ഈ മേഖല നിർത്തിപ്പോകട്ടെ. സംരക്ഷിക്കാൻ താല്പര്യമുള്ളവര്, നമ്മുടെ എനിക്കൊരു മകനുണ്ടായിട്ടുണ്ട്, ഭയങ്കര ആനകമ്പകാരനാണ്. അതുപോലെ കൊച്ചുകുട്ടികൾ, ജനിന്റെ കുട്ടികളൊക്കെ എനിക്കറിയാം. അടുത്ത തലമുറയ്ക്ക് നമുക്ക് ആന കാണിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് ഓർമ്മയായി തീരും. കോങ്ങാട് കുട്ടിശങ്കൻ എന്നൊരു ആന ഉണ്ടായിരുന്നു, തിരുവമ്പാടി ശിവസുന്ദർ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അടുത്ത തലമുറയ്ക്കും ഇത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ജനപ്രതിനിധികളും എല്ലാവരും ഇടപെട്ട് അതിന്റെ നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തി ഇതൊക്കെ നിലനിർത്താൻ സഹായിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അധികം നീട്ടുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത കൂട്ടുകൊമ്പന്മാർക്ക് അവരെ പറ്റി പറഞ്ഞാൽ എനിക്ക് തീരില്ല. ഒരു കൊച്ച് സാധാരണ ജോലിക്ക് പോയി അവരവരുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ചെറുകിട പൈസകൾ സ്വരൂപിച്ച് വയ്യാത്ത ആനക്കാര്, ആനകള്, ആനപ്പാപ്പാന്മാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്ന ജനകീയമായ ഇടപെടൽ കൊടുക്കുന്ന ഒരു സംഘടനയാണ് കൂട്ടുകൊമ്പന്മാർ. അത് നമുക്ക് ഒരു ചെറിയ വാക്കിൽ പറയാവുന്ന കാര്യമല്ല. വളരെ ഒരു ഭയങ്കരമായ പ്രസ്ഥാനമല്ല. വളരെ കുറച്ച് പെയിന്റിംഗ് ജോലിക്ക് മുതൽ പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പൈസ സമാഹരിച്ച് അതിനെ വളരെ വളരെ അർഹതപ്പെട്ടവനെ തിരഞ്ഞെടുത്ത് അർഹതപ്പെട്ടവന് കൊടുക്കുക. വിദ്യാഭ്യാസത്തിന് പറ്റുന്ന അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന് പറയുന്ന പോലെ ചെയ്യുന്ന സംഘടനയാണ്. ഇതുപോലെ ഒരുപാട് സംഘടനകൾ ഉണ്ടാവട്ടെ. നമ്മുടെ ഈ മേഖലയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ. മാത്രമല്ല, ഒരു ചെറിയൊരു ആഗ്രഹം കൂടി പറയാനുണ്ട് ഈ വേദിയിൽ. അത് നിങ്ങളെല്ലാവരും നൽകിയെടുക്കണം. സർക്കാരിന്റെ പുതിയൊരു സഹായപ്രകാരം എല്ലാ അമ്പലങ്ങളിലും നടപ്പരയ്ക്കകത്ത്
3 ആനയെ എഴുന്നള്ളിക്കാമെന്നൊരു സംവിധാനത്തിന് സഹായം കിട്ടിയിട്ടുണ്ട്. സാധിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുറകിലേക്ക് പോകരുത്. എന്താണെന്ന് വെച്ചാൽ പൂരപ്പറമ്പിൽ കളിപ്പാട്ടം വിൽക്കുന്ന വ്യക്തികൾ മുതൽ ഐസ്ക്രീം വിൽക്കുന്നവർ മുതൽ കൈനോട്ടത്തിന് വന്നിരിക്കുന്ന അമ്മമാരും അതെ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് രജിസ്ട്രേഷനൊന്നും ഇല്ലാത്ത കുറേ വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൃത്യ കാൽക്കുലേഷൻ ഉണ്ട്. ഇന്ന് പാലക്കാടാണെങ്കിൽ നാളെ ആലത്തൂരിൽ പരിപാടിയുണ്ട്, മറ്റന്നാൾ കാവശ്ശേരിയുണ്ട് എന്ന രീതിയിൽ ജീവിക്കുകയും ചെറുകിട കടങ്ങളൊക്കെ വീട്ടാൻ ഒരു വേദിയായിരുന്നു ഇത്തരം സാധാരണ ജോലി ചെയ്യുന്നവരുടെ. എല്ലാവരുടെയും മേഖല വളരെ പട്ടിണിയിൽപ്പെട്ട അവസ്ഥയാണ്. നമുക്കൊക്കെ വളരെ നേരിട്ടറിയാം. സാധിക്കുന്നവരെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കുറേശ്ശെ തുടങ്ങി വെച്ച് നമ്മുടെ പഴയ പ്രതാപം തിരിച്ചെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്കിങ്ങനെ വേദി തന്ന എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടി, ചമ്പ്രക്കുളം അമ്പലത്തിൽ നമ്മളിപ്പോൾ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് എന്തോ ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെ ഇത്തരം പദ്ധതികൾ നടത്താൻ ഒരു വേദി വരുന്നത് ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെ വേദി തന്ന എല്ലാ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യവും അനുഗ്രഹവും ചുരുങ്ങിയ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഏറ്റവും ബഹുമാനപ്പെട്ട ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ സതീഷ് അവർ അല്പം മുമ്പ് നമ്മളെല്ലാവരെയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച് ഒരു ഉത്സവം രണ്ടാമത് നടത്തിയ പ്രതീതിയിൽ, നിങ്ങൾ ഉത്സവം കഴിഞ്ഞാണെന്ന് അറിയാം, ഒരിക്കൽ കൂടി ഉത്സവ പ്രതീതി കൊണ്ടുവന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരയായ ജനകീയയായ സഹോദരി MP ശ്രീ ആലത്തൂർ MP ശ്രീമതികുമാരി രംഗഹരിദാസ് അവർ, വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ, അംബിക മാഡം, ശ്രീ ഉദയകുമാർ, ശ്രീ KP കൃഷ്ണകുമാർ, പാലക്കാടിൻ്റെ ആന സ്നേഹികളുടെ ശബ്ദം ഹരിദാസേട്ടൻ, ശ്രീ ജയൻ, അനു, ഇതിൻ്റെ എല്ലാമെല്ലാമായ മണികണ്ഠൻ, ശ്രീജിത്ത് വളപ്പായനൊക്കെ അടിച്ചു വെച്ച എല്ലാവർക്കും അറിയില്ല. ഉണ്ടെന്ന് ബ്രാക്കറ്റിലെങ്കിലും ഒന്ന് കൊടുക്കേണ്ടത് വേറെ ആരെങ്കിലും വെച്ചിട്ട് പലരും തരില്ല. ആശാന്റെ ശിഷ്യന്മാർ വേറെ ഒരുപാട് സ്ഥലമാണ്. കേരളം മുഴുവൻ ശിഷ്യന്മാരുള്ള മനുഷ്യനാണ്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ വളപ്പായ മണികണ്ഠൻ എഴുതി വെളപ്പായ പേരുകൊണ്ട് ആൾക്കാർ വരും. അത് ആരാണെന്ന് വിചാരിക്കും. ശ്രീമംഗലാകുന്ന പ്രവീൺ, എൻ്റെ ഗുരുക്കന്മാരായ പാലശ്ശേരി ചാമിയേട്ടൻ, ആണ്ടിക്കര നാരായണൻ, ഇന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഏറ്റവും അനുയോജ്യനാണ്. ഈ പുരസ്കാരത്തിന് ഏറ്റവും അനുയോജ്യനായി നിങ്ങളൊപ്പം ഞാനും പറയുകയാണ്, ഏറ്റവും അനുയോജ്യനാണ്. എന്തുകൊണ്ട് വൈകിയെന്ന് മാത്രം സംശയമുള്ള ഇത്തരം പുരസ്കാരങ്ങൾ എത്തിച്ചേരാൻ വൈകിയ ശ്രീ ശശി, കുടുംബന്മാരുടെ ജീവാത്മാക്കളും പരമാത്മാക്കളുമായിട്ടുള്ള സുജിത്ത്, ശരത്, ഇവിടെ ഈ പ്രോഗ്രാം നടത്തുന്ന എല്ലാം ജയന്റെ ഒരു കാഴ്ചപ്പാടിലൂടെയും ജയന്റെ ഒരു അധ്വാനത്തിലൂടെ നേതൃത്വത്തിലൂടെയാണെന്ന് അറിയാം. ജയനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, പ്രിയപ്പെട്ട അമ്മമാര്, കുട്ടികള്, ഗുരുസാനിയര്, സഹോദരന്മാര്, സഹോദരിമാര്, എല്ലാവർക്കും നമസ്കാരം. 2 കാര്യങ്ങൾ ഇതിനു മുമ്പ് സംസാരിക്കാൻ ഞാൻ വെച്ചിരുന്നു. ഒന്ന്, ആനകളെ പാപ്പാന്മാരുടെ ഒരു പ്രത്യേകതകൾ. പക്ഷെ എന്തുകൊണ്ടും കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ സംസ്കാരത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഈ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനപ്പാപ്പാന്മാർക്ക് ഇത്ര ഇമ്പോർട്ടൻസ് പൊതുജനങ്ങൾ നമ്മളും കൊടുക്കുന്നു. അവരൊരു വേറൊരു ടൈപ്പ് ജീവികളായിട്ടാണ് പലപ്പോഴും കാണുന്നത്. എല്ലാ അവസരങ്ങളിലും ഇത് പറയാറുണ്ട്. പല ഉത്സവങ്ങൾ കഴിയുമ്പോൾ ആനകളെ കെട്ടാനും ആനയ്ക്ക് പട്ടയൊക്കെ നോക്കുമ്പോഴും ആനപ്പാപ്പാന്മാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ടോക്കണ് വേണ്ടി ക്യൂ നിന്ന് അവസാനം ഷട്ടർ അടച്ച് നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ വലിയ പൂരങ്ങളുള്ള ഒരു നാടാണ് കേരളം എന്നാണ് ഞാൻ സ്ഥലം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരെ ഒന്ന് രണ്ടാം തരക്കാരായി കാണുകയും ഒരു കാര്യം നമ്മളെല്ലാവരും ഉത്സവപ്രേമികൾ മനസ്സിലാക്കണം, ആനപ്പാപ്പാന്മാരും നമ്മളുടെ ഭാഗമാണ്. അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഉത്സവത്തിന് മുന്നിൽ. അത് ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് ദിവസങ്ങളോളം ബുദ്ധിമുട്ടി എല്ലാവരും ഒരു മെജോറിറ്റി എടുത്ത് നോക്കിയാൽ അൾസറുള്ള ആളുകളായിരിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാതെ അതിന് ഒരു ഭാഷയൊക്കെ പറയും. പന്നിയുടെ അത് പറയും, പല ചേട്ടന്മാർ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ആനക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് കൂട്ടുകുമ്പന്മാർ 100% വിജയമാണ് ഈ രംഗത്ത് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട.
അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ആ തൈക്കാട്ടുശ്ശേരിയിലുള്ള പന. അദ്ദേഹം ആനപ്പാപ്പാൻ പോലും അല്ല, പനയിൽ കയറി വീണിട്ട് അവർക്ക് നിങ്ങളെത്തിച്ച സഹായം, അതിന് കണ്ടെത്തുന്ന നിങ്ങളെ വരുമാന മാർഗം. നേരത്തെ മണി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഓരോരുത്തരും കിട്ടുന്ന വരുമാനത്തിൻ്റെ, തുച്ഛമായ വരുമാനത്തിൻ്റെ ഭാഗം ഇതിനായി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമില്ല. ഇനി പറയാനുള്ളത് ശശിയെക്കുറിച്ചാണ്. ശശിയെക്കുറിച്ച് മണികണ്ഠൻ പറഞ്ഞു, പ്രവീണോട് ഇരിക്കുന്നുണ്ട്. എത്ര കൊല്ലമായിട്ടുള്ള പരിചയമാണ് ശശിയായിട്ട്. ശശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കൊമ്പിന് അസുഖമുള്ള കാലത്തൊട്ട് ഞാൻ ശശിയെ പരിചയമുണ്ട്. ചികിത്സയ്ക്കായിട്ട് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ സാധാരണ പല ചികിത്സയും പലരെയും ഏൽപ്പിച്ചു പോരുമ്പോൾ ബാക്കി ഇങ്ങനെ ചെയ്തോളൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ മോശമായ രീതിയിൽ അത് മാനേജ് ചെയ്തിട്ട് കാണാറുണ്ട്. പക്ഷെ ആ കൊമ്പ്, ഇത്രയും കാലം ആ കൊമ്പ് ആ സാധുജീവിയുടെ ശരീരത്തിൽ അത് തുടർന്നെങ്കിൽ അതിന് ഏറ്റവും ഉത്തരവാദി ശശി തന്നെയാണ്. അതും ഒരു ചെറിയ വേദന പോലും ഇല്ലാതെ ആ കേടുവന്ന കൊമ്പ് ഇത്രയും കാലം അവിടെ പരിരക്ഷിച്ച് പോന്നിട്ട്, ഈ അടുത്താണല്ലോ അത് പോകുന്നത്. അതിന് മുൻപുള്ള, നിങ്ങൾക്കറിയാം, നമുക്ക് തന്നെ ഒരു ചെറിയ പല്ലുവേദന വന്നാലുള്ള വേദന, ചിലർ വളരെ തമാശയായിട്ട് പറയും 2 തരം വേദനകളാണ് ലോകത്തെ ഏറ്റവും വലിയ വേദന. ഫിസിക്കൽ പെയിൻ എന്ന് പറയും, ഒന്ന് പല്ലുവേദന, 2 പ്രസവ വേദനയാണെന്ന് പറയും. പല്ലുവേദന നമുക്ക് എല്ലാവർക്കും അറിയാം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പല്ലുവേദന വന്നിട്ടുള്ളവർ അനുഭവിച്ചവർക്ക് അറിയാം. അപ്പൊ ആനയുടെ പല്ലാണ് ഈ കൊമ്പെന്ന് പറയും. ഈ കൊമ്പിന്റെ വേദന എന്ന് പറയുന്നത്, അതിന്റെ റൂട്ടിലേക്കുള്ള പെയിൻ എന്ന് പറയുന്നത് അസഹ്യമാണ്. അത് മണ്ണ് ഒതുക്കിയിട്ടാറുണ്ടത്. ഇതെല്ലാം 3 നേരം അത് വൃത്തിയാക്കി കൊണ്ട് നടന്ന് അതിന് ആനയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടു നടന്നിട്ടുള്ള ശശിക്ക് ഈ പുരസ്കാരത്തിൽ അല്ല, ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് തേടിയെത്തിയ ഈ പുരസ്കാരത്തിന് എന്തുകൊണ്ടും അർഹനാണ്. കേരളം മുഴുവനുള്ള ആനകൾക്കും ആനപ്പാപ്പാന്മാർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമുള്ള താനും തണലുമായിട്ട് ഒരുപാട് കാലം ഇത് ഈ സംഘടന വളർന്നു പന്തലിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് അയ്യപ്പസ്വാമി അടക്കമുള്ള എല്ലാ സർവീശ്വരന്മാരും നിങ്ങളെ കുടുംബന്മാർക്കൊപ്പം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആയതിൽ അഭിമാനം വീണ്ടും വീണ്ടും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും സ്വീകരിച്ച് വേദിയിലേക്ക് എത്തിയ നമ്മുടെ മുതിർന്ന ആനവാന്മാരും ഇപ്പോൾ സ്വയം കുടുംബജീവിതം നയിക്കുന്നതായ ശ്രീ ബാലാശ്ശേരി ചാമേട്ടൻ, ആറ്റക്കര നാരായണനെയും നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായി കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സതീഷേട്ടനെയും രാജുലോകനെയും ഒരുമിച്ച് ക്ഷണിക്കുകയാണ്. കൂട്ടുകൊമ്പൻ ടീമിലെ എല്ലാ അംഗങ്ങളെയും മറ്റും വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ്. പുരസ്കാര നിറവ് പരിപാടി നടത്തുന്നു. നമുക്കറിയാം, എന്തുകൊണ്ടും ഒരു പുരസ്കാരം ഏറ്റുവാൻ അർഹതയുള്ള ശശിയേട്ടനാണ്. ശശിയേട്ടൻ്റെ നിറവാണ് ഇത്തരത്തിലൊരു പദ്ധതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശശിയേട്ടന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ അരങ്ങേറുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോട്ടായിക്കാരായ ഞങ്ങളാണ്. കാരണം എഴുന്നള്ളപ്പിൽ കോട്ടായി പഞ്ചായത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ പേരും പ്രശസ്തിയും ആർജിച്ച ശ്രീ ചമ്പ്രകുളം അയ്യപ്പൻ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ കോട്ടായിക്കാരായ ഞങ്ങൾക്കേവർക്കും അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ കേരള എലിഫന്റ് വെൽഫെയർ ഫോറം അംഗങ്ങൾക്ക് കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാരം നേടിയ ശ്രീ ശശിയേട്ടനെ ആശംസകൾ അറിയിക്കാൻ കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായ ശ്രീ അംബിയ മേഡത്തെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ഈ വേദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ MP രമ്യ ഹരിദാസ് അവർക്കും പിന്നെ നമ്മുടെ കോട്ടായി ഗ്രാമ
സതീഷ് അവർക്കും ഈ പുരസ്കാരത്തിന് അർഹനായ നമ്മുടെ ശശിയേട്ടന് എല്ലാവർക്കും എൻ്റെ ആദ്യം തന്നെ ഒരു നമസ്കാരം ആശംസ അർപ്പിക്കുന്നു. പിന്നെ ഇങ്ങനെയൊരു ചടങ്ങിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോം എന്ന സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അത് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ അടുത്ത ജനപ്രതിനിധി ശ്രീ ലക്ഷ്മിക്കുട്ടി മാഡത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലെയും സദസ്സിലെയും എല്ലാ മാന്യവ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. കൂട്ടുകൊമ്പൻ എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ കുമാരി രമ്യ ഹരിദാസ് MP അവർക്കും സ്വാഗതം പറഞ്ഞ ശരത്ത്, മറ്റ് വിശിഷ്ട അതിഥികളായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് സതീശൻ, മറ്റെല്ലാവർക്കും എൻ്റെ ആശംസ. ശ്രീ ശശിയേട്ടൻ ഈ വേദിയെ അഭിസംബോധന ചെയ്താൽ. എല്ലാവർക്കും നന്ദി. ഈ പുരസ്കാരം എനിക്ക് തന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ഈ കടുവ വേലായുധം ഗജരത്നം പുരസ്കാരം തന്ന എന്നെ സേവിച്ച കൂട്ടുകൊമ്പന്മാർക്ക് എൻ്റെ നന്ദി. എല്ലാവർക്കും എൻ്റെ വേദന നിറഞ്ഞ ആശംസ വച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. പുരസ്കാരം അർഹനായ ശ്രീ ശശിയേട്ടനെ ആശംസ അറിയിക്കാനായി ശശിയേട്ടൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ മംഗലാനന്ദ അയ്യപ്പന്റെ ഓണറായ ശ്രീ പ്രവീൺകുമാറിനെ നിവേദിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അഖിലം, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, നാട്ടുകാർ. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനൊരു പുരസ്കാരം സംഘടിപ്പിച്ച കൂട്ടുകൊമ്പന്മാർക്കാണ്. ശശിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശശിയേട്ടൻ എനിക്ക് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുടെ കാലങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ അപ്പുവാനിലാണ് പഠിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അയ്യപ്പനിൽ എൻ്റെ ഒരു 10-13 കൊല്ലമായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് പാപ്പാനായിട്ട് ജോലി ചെയ്യണം. ഒരു പാപ്പാനെ വേണ്ട ഞാൻ, കാരണം ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് മാക്സിമം ആൾക്കാർക്ക് പറയും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല, എന്നാലും കുറച്ച് വേറെ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. ഒരു ആനക്കാരന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആനക്കാർ ഒരു മാസം, ഒരു ദിവസം, 10 ദിവസം, മാക്സിമം പരമാവധി 1 കൊല്ലം 2 കൊല്ലമൊക്കെയാണ് ഒരു ആനയിൽ താമസിക്കുള്ളൂ. വളരെ അപൂർവ ആനക്കാർ മാത്രമാണ് സ്ഥിരമായിട്ട് ഒരു ആനയിൽ പണിയെടുക്കുള്ളൂ. അദ്ദേഹം 10-12 കൊല്ലമായിട്ട് അയ്യപ്പനാലിൽ പറഞ്ഞ ആലോചിക്കാം. ഈ ഒരുപാട് കാലം ഒരു ആനയിൽ താമസിക്കാന്ന് പറയും. താമസിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആനയെ ആ ആനക്കാരൻ തമ്മിലൊരു ആത്മബന്ധം വരും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ആന അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്ന ആനക്കാരെ മനസ്സിലാക്കും, അല്ലെങ്കിൽ ആനക്കാരൻ ചെറിയൊരു കയ്യനക്കോ ഒരു കണ്ണനക്കോ ആനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആനയുടെ വഴിയായ ബുദ്ധിമുട്ട്, ആനയുടെ സൂക്കട്, ആനയുടെ നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ. ഇപ്പോൾ മിക്കവാറും നമ്മളൊക്കെ എല്ലാവരും ആന തലപ്പൊക്ക മത്സരം ആസ്വദിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്, കുറേ ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ പറയുമെങ്കിലും സത്യം പറയുകയാണെന്ന് ഈ തലപ്പൊക്ക മത്സരം എന്ന് പറയുന്നത് ആനകൾക്ക് ബുദ്ധിമുട്ടാണ്. ശശിയേട്ടൻ ആനയിലേക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാര്യം കുറവുണ്ടാകും. പക്ഷെ എന്നാലും ആവശ്യമുള്ള സമയത്ത് ആനയെ തലകുത്തി പൊങ്ങിക്കുക, അല്ലെങ്കിൽ മത്സരിക്കുക, ബുദ്ധിമുട്ടിക്കുക, അങ്ങനത്തെ യാതൊരു കേസുമില്ല. ആനയ്ക്ക് ആ വകയിൽ ഏറ്റവും മനസ്സമാനം കിട്ടുന്നൊരു പാവനാണ് ശ്രീമതി ശശിയേട്ടൻ. അപ്പോൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പുരസ്കാരത്തിന് ഏറ്റവും അനുയോജ്യനാണ്. അത് കൊടുത്ത നമ്മുടെ കൂട്ടുകൊമ്പന്മാർക്കും ശശിയേട്ടനും മുതിർന്ന ആൾക്കാരായിരുന്ന ശ്രീ ചാമിയാനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. രാജീവ് സാർ പറഞ്ഞ പോലെ തന്നെ ശശിക്ക് ഈ പുരസ്കാരം കൊടുക്കാൻ കഴിയും. അത് ആദ്യം തന്നെ കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോഴും കൊടുത്തത് വളരെ ഭയങ്കര തവണ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് കൂടുതലുണ്ട്. കാരണം അവനൊരു പണി ഏൽപ്പിച്ചു കൊടുത്താൽ ആ പണി ക്ലിയറായിട്ട് നോക്കും. ഈ ഒരു കൊമ്പുള്ള ആനയെന്നുള്ളപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഈ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. ആന പുറത്തിറങ്ങുകയാണെങ്കിൽ 2 കൊമ്പ് എന്നും ഉണ്ടാകും. അതാണല്ലോ പണിയുടെ. പിന്നെ ആനയെ വൃത്തിയായിട്ട് നോക്കുക, ഒരു പുണ്ണോ മുറിയോ കലയോ എപ്പം നോക്കുമ്പോഴും ശരീരാന ഭയങ്കര വൃത്തിയിലാവും. ഏത് സമയത്തും എവിടെ കിട്ടുവാണെങ്കിലും ശരീരാന ഭയങ്കര വൃത്തിയിൽ അവർ കൊണ്ടുവരണമെങ്കിൽ ഞാൻ കണ്ടു. അങ്ങനെയൊക്കെയുള്ള. അപ്പം അതുകൊണ്ട് ചതിക്കത് എപ്പോഴും കൊടുക്കാൻ ഇനിയും പരിഷ്കാരം കൂടുതൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ആശംസകൾ നൽകുന്നത്
തിരുവാണ്ടാകുന്ന തട്ടകം ആനന്ദയുടെ മുഖ്യ വക്താവായ ശ്രീ അനൂപ് അങ്ങാടിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ആദ്യമായി ഈ വേദി ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളോട് അങ്ങാടി പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് തന്ന കൂട്ടുകുമാരൊക്കെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ശശിയേട്ടൻ, പ്രിയപ്പെട്ട ശശിയേട്ടൻ്റെ ആരംഭകാലത്ത് അങ്ങാടി പ്രമുഖന്മാരോട് ഒരുപാട് ബന്ധമുണ്ടായിട്ടുള്ള ശശിയേട്ടൻ ആദ്യകാലത്തെ ചുവടുവെപ്പ് അങ്ങനെയൊക്കെയാണ്. അതുപോലെ ചാമ്യാസാൻ, നാരായണേട്ടൻ, രാജീവ് സാർ, ഇവരെല്ലാവരും ഇതിനവസരം തന്ന കൂട്ടുകുമാരൊക്കെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമ്മുടെ ഈ പ്രോഗ്രാം കൂടുതലൂടെ മനോഹരമാക്കാൻ ഞങ്ങളെ സഹായിച്ച കോട്ടായി ഗ്രാമത്തിലെ സ്വന്തം നമ്മുടെ ജയന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MP യോഗാധ്യക്ഷൻ വളവായ മണിയേടൻ, പിന്നെ രാജീവ് സാർ, പ്രവീണൻ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, ചാമേടൻ, നാരായണേട്ടൻ, പിന്നെ കൂട്ടുകുടുംബന്മാർക്ക്, ശശിയേട്ടൻ, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ചമ്രകുളം അയ്യപ്പങ്കാവ് കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ മായേട്ടനെ ഈ വേദിയെ ആശംസകൾ അറിയിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആലത്തൂർ MP കുമാരി ജയനാവർ, കോട്ടായി പഞ്ചായത്ത് പ്രഥമ വാർഡ് ശ്രീ സതീഷ് അവர்கள், ജനപ്രതിനിധികളെ, ഡോക്ടർ രാജീവ് സാർ, ചാമേടൻ, നാരായണൻ, ആശാനേട്ടൻ, മറ്റു സുഹൃത്തുക്കളെ, പുരസ്കാര ജേതാവ്, പ്രായത്തിനേക്കാൾ താഴെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശശിയേട്ടൻ എന്ന് വിളിക്കുന്ന തെങ്കര ശശി, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ശശിയേട്ടൻ ഈ പുരസ്കാരം നൽകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരും പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചാമ്യേട്ടൻ കൊടുത്ത ഒരൊറ്റ ആശംസയും അനുഗ്രഹവും മതി അദ്ദേഹത്തിൻ്റെ ജോലിയുടെ മികവ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ശശിയേട്ടൻ എന്തുകൊണ്ടും ഈ പുരസ്കാരത്തിന് അർഹനാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ശശിയേട്ടൻ എല്ലാ വർഷവും അയ്യപ്പനായിട്ട് ഇവിടെ വരാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ആനക്കാരൻ്റെ കഴിവ് ജനങ്ങളെ കാണിക്കാൻ ശ്രമിക്കാത്ത വിരലിലുണ്ടാവുന്ന ആനക്കാരിൽ ഒരാളാണ് ശശിയേട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തീരുമാനിച്ച കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന് ഞാൻ കമ്മിറ്റിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ഈ ആനയെ സ്നേഹിക്കുന്ന കോട്ടയിൽ എല്ലാവരുടെയും പേരിൽ നന്ദിയാദ്യം രേഖപ്പെടുത്തുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശശിയേട്ടനെ, അനിയൻ, ഏട്ടൻ, സഹോദരൻ, എല്ലാ രീതിയിലും ഞാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം നിർത്തുന്നു. അടുത്തതായി വേദിയിൽ ആശംസകൾ അറിയുന്നത് ചമ്പ്രക്കുളം അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ക്ലർക്കായ ശ്രീ ഉദയകുമാറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. കൂട്ടുകുടുംബന്മാർ ഈ വെൽഫെയർ ഫോറം എന്ന ഈ സംഘടനയുടെ എല്ലാവർക്കും, അതേപോലെ ശശിയേട്ടനും നമ്മളുടെ ഈ ചമ്പ്രോള അയ്യപ്പങ്കാവ് വെച്ച് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാവിധ ആശംസകളും ചമ്പ്രോള ദേവസ്വത്തിൻ്റെ പേരിൽ ഞാൻ നേരുന്നു. ഒപ്പം ശശിയേട്ടനും. കൂട്ടുകുടുംബന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ പുരസ്കാര നിറവ് എന്ന ഈ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിലെ എത്തിച്ചതിന് ശ്രമപ്പെട്ടെത്തിയതും അറിയിപ്പുമായ എല്ലാവർക്കും നന്ദി പ്രകാശിക്കുന്ന ചടങ്ങിലേക്ക് കൂട്ടുകുടുംബന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം
സെക്രട്ടറി ശ്രീ വൈശാഖിനെ ഞാൻ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയങ്കരിയായ ആലത്തൂർ MP കുമാരി രമ്യ ഹരിദാസ്, അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിയണ്ണൻ, രാജീവ് ഡോക്ടർ, ചാമിയേട്ടൻ നാരായണൻ, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് സാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഞാൻ നേരിട്ട് തന്നെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. കൂട്ടുകുമ്പന്മാർ എലിഫന്റ് വെൽഫെയർ 7ാമത് ഗജേന്ദ്ര സേവനരത്നം പുരസ്കാരം ഇത്രയും ഭംഗിയാക്കി നടക്കുന്നതിനായി നമുക്കിവിടെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകുന്നതിനും ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെ രമ്യ ഹരിദാസിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും കൂട്ടുകുമ്പന്മാരുടെ പേരിലും അദ്ദേഹത്തിന് സാന്നിധ്യത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന നമ്മളെല്ലാം ക്ഷണം സ്വീകരിച്ച് നമ്മളോട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ചാമിയേട്ടനും നാരായണനും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മാർഗദർശികളായ രണ്ടുപേർ പ്രിയപ്പെട്ട മണിയേട്ടനും രാജീവ് ഡോക്ടറും എന്ത് കാര്യത്തിലും എന്തിനും ഇവിടെ ഞങ്ങൾ വിളിച്ചു കൂട്ടുകുമ്പന്മാരുടെ കാര്യത്തിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു വഴിയും കൂടാതെ ഞങ്ങൾ എത്തിക്കോളാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള, അതായത് അവരെത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള രണ്ടുപേരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജീവ് ഡോക്ടറും മണിയണ്ണനും. ഇരുവർക്കും എൻ്റെയും കൂട്ടുകുമ്പന്മാരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മംഗലാകുന്ന് ആരോഗ്യ ഉടമകളെ ഇവിടെ എത്തിച്ചേരാമെന്ന് പരമേശ്വരൻ പറഞ്ഞിരുന്നു. ഒപ്പം ഇവിടെ പ്രവീണ എത്തിച്ചേർന്നു. ഈ ചടങ്ങിൽ സംഗീതരാവും. ഒപ്പം ആനകളുടെ പരിപാലനത്തിൽ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് മംഗലാകുന്ന ആനകളെ പ്രത്യേകം പരിപാലിക്കുന്നതിൽ അവരുടെ ആനക്കാരോടൊപ്പം അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെയ്യുന്ന മംഗലാകുന്ന ആനകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കണം. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന പ്രവീണ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അവാർഡ് ജേതാവ് ശശിയേട്ടൻ ശശിയേട്ടന് എന്താ പറയുക, ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് സന്നദ്ധനായ ശശിയേട്ടന് നന്ദിയാണ്. കാരണം ഞങ്ങൾ ഈ പുരസ്കാരം നിർണ്ണയിക്കുമ്പോൾ അവസാനം വന്ന 3 പേരിൽ ഒരാളായ ശശിയേട്ടൻ വന്നപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിൽ വന്നൊരു ലോകമാണ് ശശിയേട്ടൻ ഇങ്ങനൊരു അവാർഡ് സ്വീകരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ കൂടുതലും ആനകളുടെ കാര്യത്തിലാണ് ശ്രദ്ധ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുള്ളിയെ ശ്രദ്ധ കൊടുക്കണം ഞങ്ങൾ നേരിട്ട് ആനപ്പറമ്പിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എങ്കിലും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് ഫേസ്ബുക്കിലെ പോസ്റ്റുകളാണ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. എങ്കിലും നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ശശികേട്ടനുമായി സംസാരിച്ചപ്പോൾ ശശികേട്ടൻ സന്തോഷപൂർവ്വം ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷം തോന്നി. ശശികേട്ടൻ എല്ലാവരും ആശംസകളും നേരുന്നു. ഒപ്പം കൂട്ടുകുമ്പന്മാരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ദൈവമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പറയാനുള്ളത് കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനൊരു ശരിക്കും പറഞ്ഞാൽ കോട്ടായി ദേശത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം വാർഡ് മെമ്പർമാരായ ശ്രീമതി അംബിക, ശ്രീമതി ലക്ഷ്മിക്കുട്ടി, ഇവർ രണ്ടുപേരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അനുവേടൻ ഒരുപാട് നന്ദി എത്തിച്ചേർന്നു. ഇവിടെ ആശംസകൾ നന്ദി അറിയിക്കുന്നു. ഒപ്പം പിന്നെ എടുത്തു പറയേണ്ടത് കോട്ടയക്കാരുടെ സ്വന്തം ജയേട്ടനാണ്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വേദി വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കിക്കോളാം, ധൈര്യമായി പോയി എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ഞങ്ങളെക്കാൾ മുന്നിൽ എല്ലാവരെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് ഈ പരിപാടി ഇത്രയും വിജയമാക്കുന്നതിൽ നിർണായക പങ്കാളിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയേട്ടന് ഒരുപാട് നന്ദി. പിന്നെ ആർക്കെങ്കിലും പ്രത്യേകം എടുത്തു പറയാൻ നന്ദി രേഖപ്പെട്ട വീട്ടുകളുടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇവിടെ ബാക്കി ആശംസകൾ അർപ്പിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഇപ്പോൾ എന്താ പറയാ, കൂട്ടുകുമ്പന്മാരെ എന്തൊരു കാര്യത്തിനും ശുചിത്തില്ലാത്ത കൂട്ടുകുമ്പന്മാരില്ല, അതാണ്. അപ്പോ ഈ ഒരു ഇതിന് ഉത്തരവാദിത്തങ്ങളിൽ മാറി നിന്നിട്ടും ഇതിന്റെ കോർഡിനേഷൻ അതായത് കൂട്ടുകുമ്പന്മാരുടെ ഒരു പ്രോഗ്രാമിൽ അദൃശ്യ ശക്തിയാണ് ശുചിത്വം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രധാന വ്യക്തിത്വമായിരുന്ന കോർഡിനേഷൻ മെമ്പർ ശ്രീ സുജിത്തിരിയായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു ഇതോടെ എൻ്റെ ഒരു
നമസ്കാരം, എൻ്റെ പേര് ശശി. ഞാൻ മണ്ണാർക്കാട് സ്വദേശിയാണ്. പിന്നെ നമ്മൾ ആനപ്പണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആനപ്പണിക്ക് ഇറങ്ങി പറഞ്ഞാൽ ആനക്കാരനാകണമെന്ന് വെച്ച് പണിക്ക് വന്ന ആളല്ല. ആനയോടുള്ള ഇഷ്ടം കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നടന്ന് അങ്ങനെ ആനയുടെ പിന്നാലെ നടന്ന് അങ്ങനെ പണി പഠിച്ച് ആനക്കാരനായതാണ്. പിന്നെ നമ്മൾ കുറേ ആനകൾ കയറിയിട്ടൊന്നുമില്ല. ഒരുപാട് ആനകൾ പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാനൊരു 5-8 ആനകൾ കയറിയിട്ടുള്ളൂ. പക്ഷെ കയറിയ ആനകളൊക്കെ 5 കൊല്ലം 6 കൊല്ലം 4 കൊല്ലം 3 കൊല്ലം അങ്ങനെ നിന്ന് പോയതാണ്. പിന്നെ അതിലൊക്കെ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാറി മാറി വന്നതാണ്. അതായത് കൂടുള്ളവരെ പ്രശ്നങ്ങൾ കൊണ്ടും കൂട്ടുകാരെ പ്രശ്നം കൊണ്ടും അങ്ങനെ മാറി. അല്ല, ആനകളുടെ പ്രശ്നം കൊണ്ട് ഞാൻ ഒരാനയുടെ കൂട്ടത്തൊന്നും പോന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ കയറുന്നത് മംഗലാംകുന്ന് അയ്യപ്പനിലാണ്. അയ്യപ്പനാനിലേക്ക് കയറിയിട്ട് ഇപ്പോൾ 16-ാമത്തെ വർഷമാണത്. ഇത് അതിന് മുന്നേ അവിടെ തന്നെ അപ്പുവാനക്കുട്ടിയിലൊരു 4 വർഷം കയറിയായിരുന്നു. അവിടെ അങ്ങനെ ചെറിയൊരു വർഷമായിട്ട് അവിടെ നിന്ന് അങ്ങനെ മാറിപ്പോയി വീണ്ടും വന്നാണ് ഇതിൽ. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നല്ലൊരു ആനയാണ്, നമ്മളെ ഇഷ്ടത്തിന് നമ്മളനുസരിച്ച് നമ്മളെ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു ആന ആയതുകൊണ്ട് തുടർന്നും ഇനിയിപ്പോൾ ഉള്ള കാലം അതിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. ഒന്ന് ദൈവാധീനം കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അതിൽ തന്നെയാണ് തുടരാൻ അഭിപ്രായം. വേറെ പണീനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കുറേ പണികൾ പല പണികളെടുത്തിട്ടാണ് ഞാൻ ആനപ്പണിക്ക് വന്നിട്ടുള്ളത്. അതായത് കാർപ്പൻ്റർ പണി മുതൽ ഡ്രൈവർ, കമ്പിപ്പണി, വർക്ക്ഷോപ്പ് പണി, വെൽഡിങ്, അങ്ങനെ ഒരുപാട് പണികളെടുത്തിട്ടാണ് ഞാൻ. അതായത് ഇന്ന തൊഴിലെന്നൊന്നുമില്ല, എല്ലാ തൊഴിലും പോയി എല്ലാം പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പണി ഇല്ലെങ്കിൽ ഒരു പണി എടുക്കാമെന്ന് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ എല്ലാ പണിയും ചെയ്യാറുമുണ്ട്. കാർപ്പൻ്റർ ജോലി വരെ എപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കാറ്, ആരെയും സഹായം തേടാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആനപ്പണികളോടാണ് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് അതിൽ അങ്ങനെ മുന്നേറി പോവുകയാണ്. അപ്പോൾ നമ്മളേതായിട്ട് നമ്മളല്ലല്ലോ പൊക്കി പറയേണ്ടത്. അത് ജനങ്ങളെ കണ്ണിൽ എങ്ങനെയാണോ അതാണ് അവർ കാണിച്ചത്. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ അവരൊക്കെ ജനങ്ങളെ കണ്ണിൽ നമ്മളെങ്ങനെ കാണുന്നുള്ളത് ജനങ്ങളായിട്ട് അറിയിച്ചു തരുന്നു എന്നുള്ളൊരു ഇതിലായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് ഫാമിലിയിൽ നിന്നായിട്ട് ഒരു ആളും നമ്മളോട് പണിക്ക് പോകണ്ട, അല്ല ഈ പണിക്ക് പോയിട്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും അങ്ങനെയോ ഇങ്ങനെയോ ഒന്നും നമ്മളോട് പറയാറില്ല. നമ്മളെ ഫാമിലി എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. യാതൊരു കാരണവശാലും ഒരു ഇതുമില്ല. അപ്പം നമ്മൾ ഈ ജോലി ചെയ്തിട്ട് ഇപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ 5 പേര് ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെ ശമ്പളം കൊണ്ട് മാത്രം 5 പേര് ഞങ്ങൾ ഫുൾ ചിലവ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ആനപ്പണി എടുത്ത് കിട്ടുന്ന കാശാണ്. വേറെ അതിന് എനിക്ക് വേറെ ഒരു വരുമാനമില്ല. വേറെ വരുമാനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ കുറച്ച് ഓട്ടോറിക്ഷകളും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചിലവായി പോകുന്ന കേസാണ്. ബാക്കി വീട്ടുകാര്യങ്ങളും ചിലവുകളും കാശുകളൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഈ ആനപ്പണിയുടെ കാശ് കൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അത്യാവശ്യം ഒരാൾ ജോലിക്ക് ഗതാഗതമായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു മോള് പഠിക്കേണ്ട എല്ലാവരുടെ കാര്യങ്ങളും നടന്നു പോകണം നമുക്ക് ഈ ആനയുടെ കാശ് എന്നാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ടൊരു കുടുംബം ജീവിക്കാനുള്ള ഇതിന്ന് കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. സുഖസുന്ദരമായിട്ട് ജീവിക്കുക, അല്ലാതെ വലിയ കച്ചറ വിച്ചറൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു പണിയാണ് ആനപ്പണി എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അല്ലാതെ മറ്റുള്ളവരമാതിരി ആനപ്പണി അത്ര മോശപ്പെട്ട പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും അത് നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യണം എന്നാണല്ലോ. അതുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ആനപ്പണിയാണ്. അതുകൊണ്ട് പിന്നെ പൊതുവേ എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിലെ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാ ജീവികളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ജീവികളോടുള്ള പെരുമാറ്റത്തിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ല വേറെ പണികൾ അറിയാനിട്ടൊന്നുമല്ല. ഇഷ്ടം പോലെ വെള്ളിയും പണി അത് പല പണികളും എനിക്കറിയാം. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കണമെന്നെങ്കിൽ പോലും ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കും. വെള്ളി മെഷീൻ മുതൽ കട്ടർ മെഷീൻ വരെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യും, എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് പണീനെ പറ്റി പേടിച്ചിട്ട് ഒരു പണിക്ക് വന്ന ആളല്ല ഞാൻ. ഈ ആനകളോടുള്ള താല്പര്യം കൊണ്ട് പണി പഠിച്ച് പണിക്ക് വന്ന ആൾ. അതുകൊണ്ട് ഇപ്പോൾ ഓരോ പണി പോയാൽ വേറെ പണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. അതുകൊണ്ട് പണിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ മുതലാളിമാരായിട്ട് ഏറ്റവും കൂടുതൽ കച്ചറ വിച്ചറ ഉണ്ടാകുന്നത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ശമ്പള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളങ്ങനെ മുതലാളിമാരോട് കാര്യമായിട്ട് മുഖം മുറിഞ്ഞിക്ക് ഇത്ര റുപ്യ ശമ്പളം വേണം അല്ലെങ്കിൽ ഇത്ര റുപ്യ കാശ് വേണമെന്ന് ഞാൻ പറയാറില്ല. നമുക്കുള്ള കാശ് നമ്മൾ ഈ 4-5 കുടുംബം കഴിയുള്ള കാശ് അവർക്ക് അറിഞ്ഞ് അവർ തരും, അല്ലെങ്കിൽ ദൈവം ഏതെങ്കിലും വഴിക്ക് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മളങ്ങനെ പോകും. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. താരതമ്യം ചെയ്യാൻ ഈ പണി ഇതിലും കൂടുതൽ നല്ല പണികൾ വേറെ ഇഷ്ടംമാതിരി പണികളുണ്ട്. നമ്മൾ എടുക്കണതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമാധാനം. പക്ഷേ അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തൊഴിലും ഇല്ലേ ഓരോതായ അപകടങ്ങളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യം. പക്ഷേ എനിക്ക് ഇതിനിടയിൽ വെച്ച് ഒറ്റ പ്രാവശ്യം മാത്രമേ അപകടം പറ്റിയിട്ടുള്ളൂ. അത് നമ്മൾ കാരണം പറ്റിയതല്ല. വേറെ ഒരുത്തനെ ആനങ്ങനെ ചെയ്യുന്നതിന് കാണിച്ചപ്പോൾ അതിന് ഇടയിൽ ഞാൻ അവനെ ചെയ്യരുതെന്ന് വിചാരിച്ച് നമ്മൾ പിടിച്ച കാരണമാണ് നമുക്ക് അപകടം പറ്റിയത്. ആ അപകടം പറ്റിയതിന് ശേഷവും പിന്നെ ഞാൻ ആന 2 കൊല്ലം കയറിയിട്ടാണ് ആനയെ ഒഴിവായത്. അത് ഒരുത്തം ഇതേമാതിരി ആ ഉത്സവപ്പറമ്പിൽ നിന്ന് ചോറ് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അവിടെ വെച്ച് ചോറ് കൊടുക്കല്ലേ, തിരക്കാണ് പറഞ്ഞപ്പോൾ കൊടുന്ന ചോറുള്ളവർ റിട്ടം വലിച്ച കാരണമാണ് ആന അവിടെ വഴക്കുണ്ടാക്കിയത്. അങ്ങനെ വഴക്കായതാണ്. അല്ല അപ്പോൾ അവനെ പിടിച്ചപ്പോൾ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആനയെ ഇതാക്കിയത് കൊണ്ട് നമ്മൾ ആന ചെയ്തു. എന്നാലും ദൈവദിനം കൊണ്ട് വേറെ കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയില്ല. നമ്മൾ പിടിച്ച വഴിക്കാൻ ആന വന്നു, കാര്യങ്ങളൊക്കെ നടന്നു, വിശാലമായിട്ട് ഇതായി നടന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ തന്നെയാണ്. ഇപ്പോൾ ദൈവദിനം കൊണ്ട് ഇതേവരെ ഒരു അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയൊരു അപകട സാഹചര്യങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്നൊക്കെ ചെറിയ ഇടകളിൽ നമ്മൾ ദൈവസഹായം കൊണ്ട് ഒഴിവായി പോകുന്നു, രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്ന പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ദൈവദിനം കൊണ്ട് നല്ല ഇതായിട്ട് തന്നെയാണ്, സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോഴും പണിയെടുത്ത് മുന്നോട്ട് പോകുന്നത്. കൊറോണ കാലത്ത് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ പ്രശ്നം കാരണം ബുദ്ധിമുട്ടാണ്. എന്നാലും കിട്ടുന്ന ആവശ്യം കൊണ്ട് എല്ലാവരും ഒരേമാതിരി കഴിയണമാതിരി നമ്മളും അതുമാതിരിയായിട്ട് പോകുന്നു.